ലേൺ ലൈഫിലേക്ക് സ്വാഗതം. മലയാളി കണ്ട ഏറ്റവും മനോഹരമായ ഒരു ദാമ്പത്യത്തിൻ്റെ കഥയാണ് ഇന്ന് നിങ്ങളുമായി ലേൺ ലൈഫ് പങ്കുവെക്കുന്നത്. മനോഹരമായ ഒരു ദാമ്പത്യ ബന്ധം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ള കഥകളാണ്, പ്രത്യേകിച്ചും അനുഭവ കഥകളാണ് ഈ ചാനൽ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങൾ എങ്ങനെ ഊഷ്മളമാക്കാം, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പരിഹരിക്കാം, സ്നേഹത്തിൻ്റെ യഥാർത്ഥ പൊരുൾ എന്താണ്, എന്താണ് പ്രണയം, പ്രണയിക്കുന്നവൻ്റെ മനസ്സ് പ്രണയിക്കുന്നവരുടെ മനസ്സുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ അതിരുകൾ എല്ലാം നിങ്ങളുമായി ചേർത്തു വെക്കുകയാണ് ഞങ്ങൾ. ഇന്ന് ഒരു മനോഹര ദാമ്പത്യത്തിൻ്റെ യഥാർത്ഥ കഥ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇതിൽ അല്പം സങ്കടം കൂടിയുള്ള ഒരു അനുഭവമാണ്. ഈ സങ്കടം എന്ന് പറഞ്ഞാൽ എല്ലാവരും, മലയാളികളായ എല്ലാവരും കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച സങ്കടം തന്നെയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കലാഭവൻ നവാസിനെ. കേരളത്തിലെ മുഴുവൻ ആളുകളെയും കരയിച്ച ഒരു ആകസ്മിക മരണമായിരുന്നു കലാഭവൻ നവാസിൻ്റേത്. ഒരു അതുല്യനായ കലാകാരനായിരുന്നു, സിനിമാ നടനായിരുന്നു, സീരിയൽ നടനായിരുന്നു, മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിലെല്ലാം ഉപരി അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് ആകസ്മികമായി ഉണ്ടായ ആ മരണത്തിനു ശേഷം നമ്മൾ തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ കരയാതിരുന്നവരായി ആരുമുണ്ടായിരുന്നില്ല. 51 വയസ്സു മാത്രമേ ആ മനുഷ്യനുണ്ടായിരുന്നുള്ളൂ മരണപ്പെടുമ്പോൾ. ഒരു ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എറണാകുളത്ത് ചോറ്റാനിക്കരയിലെ ഒരു ലോഡ്ജ് മുറിയിൽ പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് അദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെടുകയായിരുന്നു. ആർക്കും വന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം ആ മരണം പൊടുന്നനെ സംഭവിച്ചതായിരുന്നു. രാവിലെ മുതൽ അദ്ദേഹത്തിന് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നെങ്കിലും അത് വകവെക്കാതെ അദ്ദേഹം ഷൂട്ടിങ്ങിൽ തുടരുകയായിരുന്നു. അദ്ദേഹം അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമയുടെ അവസാന ഷെഡ്യൂളായിരുന്നു. അത് തീർത്തിട്ട് മടങ്ങിപ്പോകാൻ വേണ്ടി ഒരുങ്ങുന്നതിനിടയിലായിരുന്നു മരണം നവാസിനെ കൂട്ടിക്കൊണ്ടുപോയത്. ഇന്ന് ആ മരണത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നവാസിൻ്റെയും നവാസിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ രഹിനയുടെയും ദാമ്പത്യത്തിൻ്റെ സന്തോഷ ദിനങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യമാണ്. മരണപ്പെട്ടിട്ട് ഇത്ര നാൾ കഴിഞ്ഞിട്ടും ആ ഷോക്കിൽ നിന്ന് രഹിന ഇതുവരെ മുക്തയായിട്ടില്ല. രഹിനയെപ്പോലുള്ളൊരു ഭാര്യയ്ക്ക് അടുത്ത കാലത്തെങ്ങും ആ മരണത്തിൻ്റെ ഷോക്കിൽ നിന്നും മാറി ഒഴിഞ്ഞു വരാനും കഴിയുകയില്ല. അത്രത്തോളം ഇഴയടുപ്പമുള്ള ഒരു ദാമ്പത്യമായിരുന്നു അവരുടേത്. ആ ദാമ്പത്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായ കാര്യങ്ങളൊക്കെ മലയാളി തിരിച്ചറിഞ്ഞത് കലാഭവൻ നവാസ് മരണപ്പെട്ടതിന് ശേഷമാണ്. ഇതുപോലെ മാതൃകയാകാവുന്ന ദാമ്പത്യം വളരെ കുറച്ചു പേർക്കേ ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളൂ. നല്ല ദാമ്പത്യം ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ദൈവം തന്നെ നൽകണം എന്ന് പലരും ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവം തന്നെ നൽകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് തെളിയിച്ച വ്യക്തികളാണ് ഈ കലാഭവൻ നവാസും ഭാര്യ രഹിനയുടേതും. അവർ ശരിക്കും ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വഴക്കിട്ടവരാണ്. വഴക്കിട്ട് പിരിഞ്ഞതിന് ശേഷം പിന്നീട് എങ്ങനെയോ തോന്നിയ നവാസിൻ്റെ മനസ്സിലെ ഒരു ഇഷ്ടമാണ് ഒടുവിൽ വിവാഹത്തിൽ എത്തിയത്. അവർ ഏകദേശം 2.5 വർഷത്തോളം പരിചയപ്പെട്ടതിന് ശേഷം വിവാഹത്തിനായി കാത്തിരുന്നു. കാരണം രഹിനയുടെ ഒരു മൂത്ത സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ
ഇളയവളായ രഹ്നയുടെ വിവാഹം നടത്തുകയുള്ളൂ എന്ന് വീട്ടുകാർ പറഞ്ഞതു പ്രകാരം നവാസ് കാത്തിരിക്കുകയായിരുന്നു. ആദ്യം വഴക്കുകൂടിയെങ്കിലും ആ പെൺകുട്ടിയുടെ മുഖം നവാസിന്റെ മനസ്സിൽ ശരിക്കും അലിഞ്ഞു ചേർന്നിരുന്നു. നവാസ് സ്വന്തം സഹോദരനോട് പറഞ്ഞ് അങ്ങനെ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ച ഒരു ദാമ്പത്യമായിരുന്നു അത്. പിന്നീട് ആ വിവാഹബന്ധം നടന്നതിന് ശേഷം അവർ യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താക്കന്മാരും ആയിട്ടല്ല ജീവിച്ചത്, മറിച്ച് അവർ കാമുകനും കാമുകിയുമായിട്ടാണ് ജീവിച്ചത്. ആ വിവാഹബന്ധത്തിൻ്റെ ഏറ്റവും വലിയ വിജയവും അത് തന്നെയാണ്. ഇന്ന് മലയാളികൾ മനസ്സിലാക്കുന്നു, ഇതുപോലുള്ളൊരു ദാമ്പത്യത്തിന് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ എന്ന്. ഈ പ്രണയത്തിലേക്ക് അവർ കൈപിടിച്ച് നടന്നവരാണ്. വിവാഹത്തിന് ശേഷവും പ്രണയിക്കാം എന്ന് മനസ്സിലാക്കാത്തവരാണ് പല ഭാര്യ ഭർത്താക്കന്മാരും. അവർ ഇപ്പോഴും യാന്ത്രികമായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് പ്രണയമില്ല, അവർക്ക് പ്രേമമില്ല, അവർക്ക് സ്നേഹമില്ല. യാന്ത്രികമായ ഒരു ഭാര്യയും ഭർത്താവും. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ വിളിച്ച് പറഞ്ഞതുപോലെ റോബോട്ടുകളായി പലരും ജീവിക്കുന്നു. യാന്ത്രികമായ ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ കണ്ണികളാണ്. ഇവിടെ നവാസും രഹ്നയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം ഒരു പ്രണയബന്ധമാണ്. വിവാഹത്തിന് ശേഷം പ്രണയിച്ചവരുടെ ബന്ധമാണ്. അവരുടെ പ്രണയബന്ധത്തിൻ്റെ ഊഷ്മളത നമ്മളെല്ലാം ആ മരണത്തിന് ശേഷമാണ് അറിഞ്ഞത്. നവാസിൻ്റെ മരണത്തിന് ശേഷം ആ വീട്ടിൽ പോയ വ്യക്തിയാണ് ഞാൻ. അന്ന് ആ വീട്ടിലെ പരിസരം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് കുളിരാകും. അവിടെ ആ വളപ്പിൽ മുഴുവനും നല്ല ചെടികളുണ്ട്, മനോഹരമായ പൂക്കൾ വിടർന്നു നിൽക്കുന്ന ചെടികൾ. അതുപോലെ നല്ല ഫലവൃക്ഷങ്ങൾ ആ പറമ്പിലെങ്ങും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 72 സെന്റ് സ്ഥലമാണ്. എറണാകുളം നഗരത്തിലെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും ഉള്ളിലായി സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലം രഹ്നയും നവാസും ഒരുമിച്ച് ചേർന്ന് വാങ്ങിയതാണ്. കാരണം അവർക്ക് പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് ചെടികളും മരങ്ങളുമൊക്കെ നട്ട് വളർത്തിയ ഒരു പൂങ്കാവനത്തിന് നടുവിലെ ഒരു കൊച്ചു വീടാണ് അത്. ശരിക്കും കണ്ടാൽ ഒരു കുരുവിക്കൂട് പോലുള്ള ഒരു വീട്. പക്ഷേ അത് കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഒരു വീട് കൂടിയാണ്. എപ്പോഴും തണുപ്പ് കിട്ടുന്ന ഒരു വീട്. കാഴ്ചയിൽ കളിമണ്ണ് നമുക്ക് കാണാൻ കഴിയില്ല, കാരണം അതിൽ പെയിൻ്റൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ആ കുരുവിക്കൂട് പോലുള്ള വീട്ടിലാണ് രഹ്നയും അതുപോലെ നവാസും മക്കളും ജീവിച്ചത്. ആ ദാമ്പത്യം എത്ര ആഹ്ലാദകരമായിരുന്നു എന്ന് ആ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും. അവർ രണ്ടുപേരും ഒരുമിച്ച് നട്ട ഫലവൃക്ഷങ്ങളാണ് ആ സ്ഥലത്ത് ഇപ്പോഴും തണൽ വിരിച്ച് ഫലങ്ങൾ നൽകിക്കൊണ്ട് നിൽക്കുന്നത്. എല്ലാ ഈ വിവാഹ വാർഷിക ദിനങ്ങളിലും അവർ ഒരുമിച്ച് ഒരു മരമെങ്കിലും നടും. മരണത്തിന് ശേഷം നവാസിൻ്റെ ഇല്ലാതെ വന്ന ഒരു ദാമ്പത്തിക വാർഷികമാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിൽ കടന്നുപോയത്. പക്ഷേ മറക്കാതെ ആ ദിവസവും രഹ്ന നവാസിനെ ഓർത്തുകൊണ്ട് തന്നെ ഒരു മരം അവിടെ നട്ടു. ദാമ്പത്യത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു സന്ദേശം നമുക്ക് അതിലൂടെ കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭർത്താവ് എന്നേക്കുമായി കണ്ണുകൾ അടച്ചു പോയാലും ഭാര്യയുടെ മനസ്സിൽ അയാൾക്കൊരിക്കലും മരണമുണ്ടാവില്ല. പക്ഷേ അയാൾ ഒരു നല്ല ഭർത്താവായിരിക്കണം എന്നു മാത്രം. എന്നുവെച്ചാൽ കാമുകനെ പോലെ
അല്ലെങ്കിൽ കാമുകിയെപ്പോലെ ഭാര്യയെ ചേർത്തു പിടിക്കുന്ന ഒരു ഭർത്താവ്, കാമുകനെ പോലെ മാറുന്ന ഒരു ഭർത്താവ് കാമുകനോളം ഉയരുമ്പോൾ ഭാര്യ ജീവൻ കൊടുത്തുപോലും അയാളെ സ്നേഹിക്കും. മറിച്ച് റോബോട്ടുകളായി ഭാര്യയെ കരുതുന്ന ഭർത്താക്കന്മാർക്ക് ദാമ്പത്യത്തിൽ ഒരിക്കലും സന്തോഷമുണ്ടാവില്ല. ആ ഭാര്യ റോബോട്ടായി ജീവിച്ച് അവരുടെ ആഹ്ലാദങ്ങൾ മുഴുവൻ എരിച്ച് തീർക്കുന്നു. കണ്ണീരിൻ്റെയും സങ്കടങ്ങളുടെയും കഥകൾ മനസ്സിലേക്ക് ഒതുക്കി വെച്ച് അവർ ജീവച്ഛവമായി മാറുന്നു. പല ഭാര്യമാരും രോഗികളായി മാറുന്നു. കലാഭവൻ നവാസും ഭാര്യ രഹ്നയും തമ്മിലുള്ള ദാമ്പത്യം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ആരോഗ്യപരമായ ഒരു ദാമ്പത്യ ബന്ധം. എവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ദിവസത്തിൽ 3 വട്ടമെങ്കിലും നവാസ് ഭാര്യയെ വിളിച്ചിരിക്കും, സ്നേഹം പങ്കുവച്ചിരിക്കും. കിട്ടുന്ന ഒരു അവസരത്തിൽ പോലും അദ്ദേഹം ഭാര്യയുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക്, മക്കളുടെ അടുക്കലേക്ക് ഓടിയെത്തും. നവാസ് എത്തിക്കഴിഞ്ഞാൽ ആ വീട് ശരിക്കും ഒരു ഉത്സവ പറമ്പ് പോലെയാണ്. ഭാര്യയും മക്കളും ഒത്ത് അദ്ദേഹം ചിലവിടുന്ന നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളെന്ന് നവാസും തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭർത്താവ് കൂടെയുള്ളപ്പോൾ തനിക്ക് മറ്റൊന്നും ചിന്തിക്കാനും പറയാനും ആഗ്രഹിക്കാനുമില്ലെന്ന് ഈ നവാസിൻ്റെ ഭാര്യ രഹ്നയും പലവട്ടം പറയുമായിരുന്നു. രഹ്ന പറയും, നവാസിക്ക ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പുറത്തൊന്നും വിടില്ല, എൻ്റെ കൂടെ എപ്പോഴും ഇവിടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. പക്ഷെ ഇങ്ങനെ പറയാൻ കഴിയുന്ന എത്ര ഭാര്യമാരുണ്ടാകും? കാരണം ഭർത്താവ് കാമുകനോളം വളർന്നാൽ ഒരിക്കലും ഭാര്യ ആ ഭർത്താവില്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് പോലും ചിന്തിക്കില്ല. എപ്പോഴും തൻ്റെ ഭർത്താവ് തന്നോടൊപ്പം വേണമെന്ന് തന്നെ ആഗ്രഹിക്കും. പക്ഷേ പല കുടുംബത്തിലും അത് തിരിച്ചാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലർക്കും ഭർത്താവിൻ്റെ സാമീപ്യം പോലും ദുസ്സഹമാണ്. ഭർത്താവില്ലാതിരുന്നെങ്കിൽ എന്ന് എത്രയോ പേർ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ പറയാനുണ്ടാകും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് അവരുടെ സ്നേഹബന്ധത്തിൻ്റെ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്നേഹിക്കാൻ അറിയാത്തവർ, പ്രണയിക്കാൻ അറിയാത്തവർ ഒരിക്കലും വിവാഹം കഴിക്കരുത്. പ്രണയം വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ചേരുവകകളിൽ ഒന്നാണ്. നിങ്ങൾ ഒരു മനുഷ്യനാകാം, നിങ്ങളൊരു ഭർത്താവാകാം, നിങ്ങൾ ഒരു പിതാവാകാം. പക്ഷേ നിങ്ങൾ ഒരു കാമുകനാകുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ദാമ്പത്യം ജയിക്കുകയുള്ളൂ. ഒരാൾ മാത്രം കാമുകനായാൽ മതിയോ എന്ന ചോദ്യം ചിലരുടെ, പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരുടെ മനസ്സിൽ ഉണ്ടാകാം. ശരി തന്നെയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: പോരാ, ഭാര്യ കാമുകിയോളം വളരുകയും വേണം. കൊടുത്തും വാങ്ങിയുമാണ് ദാമ്പത്യം ജയിക്കുന്നത്. കൊടുക്കാൻ ആര് ആദ്യം തുനിയും എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഭർത്താവ് കാമുകനോളം വളർന്നാൽ ഭാര്യ കാമുകിയോളം ഉയരും എന്നുള്ളതല്ലേ വാസ്തവം? കാരണം പ്രണയം എപ്പോഴും തുടങ്ങുന്നത് പലപ്പോഴും പുരുഷന്മാരിൽ നിന്നാണ്. ഐ ലവ് യു എന്ന് പറഞ്ഞു തുടങ്ങുന്ന, ഇല്ലെങ്കിൽ അതുപോലെ പ്രണയത്തിൻ്റെ ഏതെങ്കിലും സന്ദേശങ്ങൾ ആദ്യം പങ്കുവെക്കുന്നത് എപ്പോഴും കാമുക പക്ഷത്ത് നിൽക്കുന്ന പുരുഷന്മാർ തന്നെയാണ്. കാമുകി അത് റിസീവിങ് എൻഡ് എന്ന് പറയാറുണ്ട്. അത് സ്വീകരിക്കുന്ന ആളാണ്. പക്ഷേ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി പിന്നീട് കാമുകിയായി തന്നെ കൺവേർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്.
ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചാലും ഒരു ആണും പെണ്ണും തമ്മിൽ ഒരു പ്രണയബന്ധത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ രണ്ടുപേർക്കും കഴിയണം. പ്രത്യേകിച്ച് പുരുഷന് കഴിയണം. കാരണം സ്ത്രീ എപ്പോഴും അവളുടെ ജന്മം കൊണ്ട് തന്നെ അവൾ പിന്നിൽ നിൽക്കുന്ന ഒരു പ്രകൃതമുണ്ട്. നീ പറയൂ, ഞാൻ കേൾക്കാം എന്ന് പറയുന്ന രീതിയാണ് പലപ്പോഴും പെൺമനസ്സിൻ്റേത്. അതുകൊണ്ട് പുരുഷൻ തന്നെ പറയണം എന്നുള്ളതാണ്. ഇവിടെ നവാസ് അങ്ങനെ പറഞ്ഞു ഭാര്യയുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഒരു ഭർത്താവാണ്. കാമുകനായി ഉയരുന്ന ഒരു വലിയ തലം ആ കലാകാരൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. എൻ്റെ ലോകം, എൻ്റെ ഭാര്യയും മക്കളുമുള്ള എൻ്റെ കുടുംബമാണെന്ന് എത്രയോ വട്ടം ഈ കലാഭവൻ നവാസ് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പരസ്യമായി പല സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും പല ഈ ചാനൽ ഇൻ്റർവ്യൂകളിലും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ഇഴയടുപ്പത്തിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ മറ്റൊരു വ്യക്തി ഇല്ല എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയിൽ അവർ ശരിക്കും രാജാവും രാജ്ഞിയുമായിരുന്നു. ഒരിക്കൽ പോലും കലാഭവൻ നവാസിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പരസ്ത്രീ കടന്നു വന്നിട്ടില്ല. മറ്റൊരു സ്ത്രീയെ ഒരു പ്രണയത്തിൻ്റെ വക്കിലേക്ക് കലാഭവൻ നവാസ് ഈ ദാമ്പത്യത്തിന് ശേഷമാകട്ടെ അതിനു മുൻപാകട്ടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല. കലാഭവൻ നവാസിൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് രഹ്നയാണ്. രഹ്നയുടെ ജീവിതത്തിൽ ഒരേ ഒരു പുരുഷനെ ഉണ്ടായിരുന്നുള്ളൂ. അത് നവാസാണ്, ഭർത്താവായ നവാസ്. മറ്റു തരത്തിലുള്ള ബന്ധുക്കൾ അവർക്കിടയിൽ ഉണ്ട്. പക്ഷേ കാമുക പക്ഷത്ത് അവർ രണ്ടുപേരും മനസ്സ് ചേർത്തു വെച്ചത് അവർ തമ്മിലുള്ള പ്രണയബന്ധത്തിൽ തന്നെയായിരുന്നു. ജീവിതം എപ്പോഴും സന്തോഷകരമാക്കണം എങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം സന്തോഷകരമാകണം. നിങ്ങൾ വിവാഹം കഴിക്കുന്നതോടു കൂടി നിങ്ങൾ ഭാര്യ ഭർത്താവായി എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞു വെക്കരുത്. ഞങ്ങൾ കാമുകന്മാരായി എന്ന് പറഞ്ഞു വെക്കണം. പ്രണയത്തിൻ്റെ എല്ലാ ടേസ്റ്റുകളും നിങ്ങൾ അനുഭവിക്കാനുള്ള ഒരു മനസ്സ് സജ്ജമാക്കണം. മനസ്സൊരുക്കുക എന്ന് പറയും. വിവാഹത്തിന് വേണ്ടി മനസ്സൊരുക്കുമ്പോൾ പ്രണയത്തിനു വേണ്ടി കൂടിയുള്ള ഒരു മനസ്സൊരുക്കമായി അത് മാറണം. ജീവിതം ഒരിക്കൽ മാത്രം കിട്ടുന്ന വരദാനമാണ്. നിങ്ങൾ ഓർക്കുക, കലാഭവൻ നവാസ് മരണപ്പെട്ടതിന് ശേഷം രഹ്ന നാളിതുവരെ ആയി ശരിയായ ജീവിതത്തിൻ്റെ കർമ്മങ്ങളിലേക്ക് മടങ്ങി വന്നിട്ടില്ല. അത്രത്തോളം ഉദാത്തമായ ഊഷ്മളമായ ഒരു പ്രണയബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. ശുദ്ധശൂന്യതയുടെ അവസ്ഥയിലാണ് ഇപ്പോഴും രഹ്ന ജീവിക്കുന്നത്. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഇനി രഹ്ന ജീവിച്ചല്ലേ കഴിയുള്ളൂ എന്നുള്ളതാണ്. പ്രാർത്ഥനകൾ എപ്പോഴും ഇവിടെ ഞാൻ കൊടുത്ത സ്നേഹം, ദൈവമേ നീ എൻ്റെ ഭർത്താവിന് സ്വർഗത്തിലും പരലോകത്തും കൊടുക്കണേ എന്നുള്ളതാണ്. ഏത് നിമിഷവും കലാഭവൻ നവാസ് തൻ്റെ ഭർത്താവായ നവാസിൻ്റെ ശബ്ദം കേൾക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആ ഭാര്യ ഇപ്പോഴും കലാഭവൻ നവാസ് വന്ന് വിളിക്കുന്ന ആ ശബ്ദത്തിനു വേണ്ടി കാതോർത്ത് കിടക്കുന്നു, കാതോർത്ത് ജീവിക്കുന്നു, കാതോർത്ത് ഉറങ്ങുന്നു. ഒരിക്കലും അവസാനിക്കാത്ത, മരണം കൊണ്ടുപോലും മാഞ്ഞു പോകാത്ത ഒരു വലിയ ഹൃദയബന്ധത്തിൻ്റെ കഥയാണ് കലാഭവൻ നവാസിൻ്റെയും രഹ്നയുടേതും. എത്ര പറഞ്ഞാലും മുഷിഞ്ഞു പോകാത്ത, എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത മനോഹരമായ ഒരു ദാമ്പത്യത്തിൻ്റെ, വളരെ ഊഷ്മളമായ ഒരു വലിയ പ്രണയബന്ധത്തിൻ്റെ, ഒരിക്കലും
അവസാനിക്കാത്ത കഥയാണ് കലാഭവൻ നവാസും രഹ്നയും ഈ ഭൂമിയിലെ എല്ലാ നല്ല ദമ്പതിമാർക്കും വേണ്ടി ബാക്കി വച്ചിരിക്കുന്നത്. ഒരാൾ കടന്നുപോയെങ്കിലും ഇന്നും ആ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒന്നാന്തരം ഒരു സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി ഈ സ്നേഹം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു കാലത്തും മാഞ്ഞുപോകാത്ത ഒരു ദാമ്പത്യത്തിൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു കഥയാണ് ഞങ്ങൾ നിങ്ങളോട് ഇതുവരെ പറഞ്ഞു വച്ചത്. ഓർക്കുക, ഇതുപോലെ നല്ല ദാമ്പത്യത്തിൻ്റെ കഥകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പങ്കുവെക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ആയിരിക്കും. പക്ഷേ പലർക്കും, മഹാഭൂരിപക്ഷം പേർക്കും അങ്ങനെയൊന്നും അല്ല ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഈ ദാമ്പത്യത്തിൻ്റെ മനോഹാരിതമായ അവസ്ഥ ചില കാര്യങ്ങളാൽ നിങ്ങളെ ബോധ്യപ്പെടുത്തിയതും അതുകൊണ്ട് തന്നെ. ഓർക്കുക, ജീവിതം നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ജീവിതത്തിൽ തളിർക്കാം, പൂക്കാം, കായ്ക്കാം. ജീവിതം നിങ്ങൾക്കെപ്പോഴും ഒരു അനുഗ്രഹമാകട്ടെ.